ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും എൻ്റെ കഥ കേൾക്കാറില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഈ കഥയുടെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം ഇൻഷാ അല്ലാ. പിറ്റേന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുതിയൊരു മനുഷ്യനായതുപോലെ മനസ്സിനൊരു സുഖം ഷാഫിക്ക് അനുഭവപ്പെട്ടു. കുറേ തോന്നലുകളും ചിന്തകളും ആ ഉസ്താദ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഉമ്മയോട് പതിവില്ലാതെ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. ഉമ്മയുടെ മുഖത്തും സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് കാണാമായിരുന്നു. അങ്ങാടിയിലേക്കൊന്നിറങ്ങി പലരെയും കണ്ട് ചുറ്റി വന്നപ്പോഴേക്കും നേരം ലൊഹർ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. വീട്ടിൽ ഉമ്മയും ഉപ്പയും അമ്മോനും ജ്യേഷ്ഠനും അകത്തിരുന്ന് സംസാരിക്കുന്നത് കണ്ടാണ് അകത്തേക്ക് കയറിയത്. ആ ഷാഫി, ഞങ്ങളെ ഉബൈദിനെയും കൂട്ടി ആ കുട്ടിയുടെ വീട്ടിൽ പോയി ഉപ്പയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നിട്ടോ. നിശ്ചയം, മിഠായി കൊടുക്കൽ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. നമ്മളായിട്ട് വേണ്ടാന്ന് പറഞ്ഞതല്ല, അവരെ ഇങ്ങോട്ട് തന്നെ പറഞ്ഞതാണ് അതൊന്നും വേണ്ടാന്ന്. അടുത്ത മാസം ആദ്യത്തെ ഞായറാഴ്ച നിക്കാഹും കൂട്ടിക്കൊണ്ട് വരലും. നമ്മുടെ വീട്ടിൽ ചെറിയൊരു പരിപാടി മാത്രം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ വീട്ടിൽ അവരെ എങ്ങനെ വേണമെങ്കിലും നടത്തിക്കോട്ടെ. ഉപ്പ പറഞ്ഞു നിർത്തിയപ്പോൾ ഷാഫി ചോദിച്ചു, ആ ഉപ്പ, നിങ്ങൾ മഹറിനെ കുറിച്ച് അവരോട് സംസാരിച്ചോ? ആ, എത്ര കൊടുക്കാനാണ് എൻ്റെ തീരുമാനം? അതറിഞ്ഞിട്ട് അവരെ അറിയിക്കാമെന്ന് വിചാരിച്ചു. 10 കൊടുക്കണം എന്നൊക്കെയുണ്ട്. പക്ഷേ മുഴുവൻ മഹറായി കൊടുക്കുന്നില്ല. 5 പവൻ കൊടുക്കാം ഇപ്പോൾ. ബാക്കി ഇവിടെ നിന്ന ശേഷം അവൾക്ക് ധരിക്കാനായിട്ടൊക്കെ നൽകാം. ഷാഫിയുടെ മനസ്സ് വായിച്ച പോലെ ജ്യേഷ്ഠൻ നൗഫൽ ചോദിച്ചു, അതെന്താ ഷാഫി, ഫെബിനക്ക് കൊടുത്ത 10 പവൻ പോയതുകൊണ്ടാണോ ഇങ്ങനെയൊരു നീക്കം? ആ ചോദ്യം കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, പേടിയല്ല, എൻ്റെ കാര്യമായതുകൊണ്ടേ എനിക്കിപ്പോൾ തന്നെ എന്നെ വിശ്വാസമില്ല. വരുന്നത് അങ്ങനെയുള്ളതാണെന്നൊക്കെ അറിഞ്ഞിട്ട് വാരിക്കോരി കൊടുത്താൽ മതി എന്നാണ് ഇപ്പോഴെൻ്റെ മനസ്സ് പറയുന്നത്. കൊടുക്കും, പക്ഷേ ഇപ്പോൾ കണ്ണു മഞ്ഞളിക്കാൻ മാത്രം കൊടുക്കില്ല എന്നേ ഉള്ളൂ. അവരുടെ ഒരു നയാ പൈസൻ്റെ ഗോൾഡ് നമുക്ക് വേണ്ട, ചോദിക്കാനും പോണ്ട. കിട്ടിയതിൻ്റെ കണക്കും ഇപ്രാവശ്യം ആരും കൂട്ടാനും കുറക്കാനും നിൽക്കണ്ട. ആരെയും നോക്കാതെ ഷാഫി അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു. ദിവസങ്ങൾ മുന്നോട്ട് പോയത് അതിവേഗത്തിലായിരുന്നുവെന്ന് കല്യാണത്തിൻ്റെ ദിവസത്തിൻ്റെ തലേന്നാണ് മനസ്സിലാവുന്നത്. ചെറിയ പരിപാടി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2.5 കിണ്ടൽ വെക്കണമെന്നായിട്ടുണ്ട്, ജ്യേഷ്ഠൻ ജമാൽ പറഞ്ഞു. അപ്പോൾ ഷാഫി പറഞ്ഞു, ആരും ഒഴിവാക്കും, എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ചിലരൊക്കെ എന്നോടൊക്കെ ഇങ്ങോട്ട് വന്ന് ഞാൻ നിൻ്റെ കല്യാണത്തിന് എന്തായാലും വരും, ഈ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ വരും എന്നൊക്കെ പറയുന്നത്. 2.5 ഒതുങ്ങും എന്നാണ് ഇപ്പോൾ എൻ്റെ സംശയം. കേട്ടപ്പോൾ ഉപ്പ പറഞ്ഞു, എല്ലാവരും വരട്ടെ, ആളുകൾക്ക് നമ്മളോടുള്ള സ്നേഹവും വിശ്വാസവും കാരണമാണ് അവരൊക്കെ അങ്ങനെ പറയുന്നത്. ഇന്നത്തെ കാലത്തെ ഓരോ വീട്ടിലും വെള്ളിയാഴ്ച ബിരിയാണി വെക്കുന്ന കാലത്ത് ബിരിയാണിക്ക് പൂരിയായിട്ട് വരുന്നതല്ല ആരും, നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എത്ര ആൾ വന്നാലും ഒരു കുറവില്ലാതെ നമ്മൾ നോക്കും. ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഒന്നും ടെൻഷനാവേണ്ട. ആളും ബഹളവുമായി സമയം പോയിക്കൊണ്ടേയിരുന്നു. എല്ലാവരുടെയും മുന്നിൽ സന്തോഷം അഭിനയിച്ചു പിടിച്ച് നിന്നെങ്കിലും മനസ്സ് പിന്നെയും മറ്റേതേ ലോകത്തിലേക്ക് പോയിരുന്നു. രാത്രിയും ആളുകൾ ഒരുപാട് വന്നു. തൻ്റെ കല്യാണം ശരിയായത് എല്ലാവർക്കും സന്തോഷം നൽകുന്നുണ്ടെന്ന് അവരുടെയൊക്കെ സംസാരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിറ്റേന്ന് നിക്കാഹിന് പോകാനുള്ള ഒരുക്കങ്ങൾക്കായി സജീറും ഇക്ബാലും കമാലും നാട്ടിലുള്ള സകല കൂട്ടുകാരും ചേർന്ന് ഒരുക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മ വന്ന് കെട്ടിപ്പിടിച്ചു. സുറുമിത്തയും പെങ്ങന്മാരും എല്ലാവരെയും നോക്കി പോയി വരാമെന്ന് പറഞ്ഞ് പന്തലിലേക്ക് ചെന്നു. പോകുന്നതിന് മുമ്പുള്ള ദുആ ചെയ്തത് കൂടെ പഠിച്ച സുഹൃത്തും കുറച്ചപ്പുറത്തുള്ള മഹലിലെ ഖത്തീബ് കൂടെയായിരുന്ന ഗഫൂർ മൗലവി ആയിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വണ്ടിയിലിരുന്നു. എല്ലാവരും എന്തൊക്കെയോ പറയുന്നു. ഷാഫി ഒന്നും പറയാതെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പോൾ സജീർ ചോദിക്കുന്നു, അല്ല ഷാഫി, ഈ എന്താ ഇനിയും ആലോചിക്കുന്നത്? ഒന്നുമില്ല സജി, നമ്മളെന്ന് ആദ്യം ഇങ്ങനെ പോയതെങ്ങനെ ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇപ്പം അതൊന്നും ആലോചിക്കണ്ട ഷാഫി, ഞാനും പോയതല്ലേ ഇങ്ങനെ 2 വട്ടം. 2ാമത്തെ പോക്കിൽ എൻ്റെ ശരീരം മാത്രമാണ് പോയത്. തൻ്റെ അവസ്ഥയും മറ്റൊന്നല്ല എന്ന് പറയാൻ തോന്നിയെങ്കിലും ഷാഫി ഒന്നും പറഞ്ഞില്ല. ഷാഫിയുടെ മനസ്സ് ആ അവസ്ഥയോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുന്നതും അവൻ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി കണ്ണുകൾ നിറയ്ക്കുന്നതും സൈഡ് ഗ്ലാസ്സിലൂടെ കണ്ട ഡ്രൈവർ കമാൽ വണ്ടി സൈഡാക്കി. മറ്റുള്ള വണ്ടികളോട് മുന്നോട്ട് പോകാൻ പറഞ്ഞ് അവനോട് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് പോയാൽ അവരൊക്കെ കാരണം ചോദിക്കും. ആ കണ്ണൊക്കെ തുടക്ക്.
കഴിഞ്ഞ ജീവിതം ആലോചിക്കാനുള്ള സമയമല്ലേ ഇപ്പോൾ ഷാഫി. എനിക്ക് മനസ്സിലാവും 2 വട്ടം നീ കുപ്പായം അണിഞ്ഞാലുള്ള ആണുങ്ങളുടെ വേദന. സബൂർ ചെയ്യേ, എല്ലാം ശരിയാവും ഷാഫി. വണ്ടിയിൽ നിന്നും വെള്ളത്തിൻ്റെ ബോട്ടിൽ എടുത്തു കൊടുത്ത് മുഖം കഴുകാൻ പറഞ്ഞപ്പോൾ ഷാഫി മുഖം കഴുകി വണ്ടിയിലേക്ക് തന്നെ തിരികെ കയറി. നേരെ പോയത് ആ മഹല്ലിലെ പള്ളിയിലേക്കാണ്. പെണ്ണിൻ്റെ നാട്ടിലെ ആളുകളും കുടുംബക്കാരും എല്ലാം കൂടി നിൽക്കുന്നുണ്ട്. എല്ലാവരും ഷാഫിയെ തന്നെയാണ് നോക്കുന്നത്. കണ്ടവർക്കൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്നത് ഓരോ നോട്ടങ്ങളും മുഖത്തേക്ക് പതിയുന്നത് കാണുമ്പോൾ അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. കൂടുതൽ വൈകിയില്ല. ഖത്തീബ് വന്നു. നിക്കാഹിൻ്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങി. അല്പം കഴിഞ്ഞതും ഉസ്താദ് കൈകൾ കുട്ടിയുടെ ഉപ്പയുടെ കൈകളുമായി ചേർത്ത് പിടിച്ച് നിക്കാഹിൻ്റെ വരികൾ ഉപ്പയോടായി പറഞ്ഞു തുടങ്ങി. അവരുടേത് കഴിഞ്ഞതും ഉസ്താദ് ഷാഫിയോടായി പറയാൻ പറഞ്ഞു. ഖബിൽത മിൻകും. പെട്ടെന്നാണ് ഉസ്താദ് പറഞ്ഞു തരുന്ന നിക്കാഹിൻ്റെ വരികൾ ചെവിയിലേക്ക് എത്തുന്നത് അറിഞ്ഞിട്ടും പറയാൻ കിട്ടാതെ കൈകൾ വിറക്കാൻ തുടങ്ങിയത്. ഭയന്നിട്ടാണെന്ന് മനസ്സിലാക്കിയ ഉസ്താദ് ആരെയും നോക്കാതെ ഷാഫിയുടെ കൈകൾ മുറുകെ പിടിച്ച് സാവധാനം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. ഷാഫിയുടെ അവസ്ഥ ആ സമയത്ത് മറ്റൊന്നായിരുന്നു. നാവിറങ്ങി പോകുന്നത് പോലെ. ചൊല്ലുന്നതിനിടയ്ക്ക് വെള്ളം കുടിക്കാനുള്ള അത്രയ്ക്ക് ദാഹം അനുഭവപ്പെടുന്നു. നിക്കാഹ് പാതി വഴിക്ക് നിർത്തിയാൽ ആളുകൾക്ക് പറഞ്ഞു നടക്കാൻ ഒരു കാരണമാകുമെന്ന് മനസ്സ് മന്ത്രിച്ചതോടെ എല്ലാം പെട്ടെന്ന് ശാന്തമാകാൻ മനസ്സിൽ എത്തിയുമായ ഒരു കുട്ടിക്ക് നൽകാനുള്ള നേർച്ച കരുതി ഉസ്താദിൻ്റെ വാക്കുകളിലേക്ക് ശ്രദ്ധിച്ച് അവൻ എല്ലാം പറഞ്ഞൊപ്പിച്ചു. AC ഇട്ട് തണുപ്പിച്ച പള്ളിക്കകത്തായിട്ടും നല്ലോണം വേർക്കുന്നുണ്ടായിരുന്നു അവൻ. ധരിച്ച ഡ്രസ്സ് കാരണം ആരും അത് ശ്രദ്ധിച്ചില്ലെങ്കിലും കൈ പിടിച്ച ഉസ്താദ് അത് മനസ്സിലാക്കിയതുപോലെ ദുആ കഴിഞ്ഞതും ഉസ്താദ് അടുത്തേക്ക് നീങ്ങിയിരുന്നു പറഞ്ഞു. നിനക്ക് ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ ഷാഫി. പെട്ടെന്ന് അങ്ങനെയുള്ള ഒരു ചോദ്യം കേട്ടപ്പോൾ അതെന്താണ് അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കാൻ തോന്നിയെങ്കിലും സാഹചര്യം മനസ്സിലാക്കി ഒന്നും പറയാതെ ഉസ്താദ് പറഞ്ഞത് ശരിവെക്കുന്നത് പോലെ അവൻ ചിരിച്ചു. കൂടുതലൊന്നും പറയാതെ ഷാഫിയെ നോക്കി ഉസ്താദ് എല്ലാം ഹയറാവട്ടെ എന്ന് പറഞ്ഞ് ഉസ്താദ് കൂടെയുള്ളവരോടൊപ്പം പുറത്തേക്ക് നടന്നു. അടുത്തിരിക്കുന്ന സജീറിനോട് എനിക്ക് കുറച്ച് വെള്ളം വേണം എന്ന് പറഞ്ഞു. അവൻ പെട്ടെന്ന് തന്നെ പള്ളിയിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് അവരുടെ വീട്ടിൽ വലിയ കല്യാണമാണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. പള്ളിയിലെ തൻ്റെ നിക്കാഹ് കഴിയാൻ കാത്തുനിന്ന വീട്ടിൽ നിന്നും വന്ന സ്ത്രീകൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവരുടെ വീടിനകത്തേക്ക് പോകുന്നത് നോക്കി അവൻ പന്തലിൽ അങ്ങനെയിരുന്നു. നേരം ഒരുപാടായിട്ടുണ്ട്. പെണ്ണിനോടൊപ്പം ഇനി ഒരുമിച്ച് വീട്ടിലേക്ക് പോകാനാണ് എല്ലാവരുടെയും തീരുമാനം. ഷാഫി നിക്കാഹിൻ്റെ സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ തന്നെ ഓർക്കുകയായിരുന്നു. എൻ്റെ പഠിച്ചവനെ, എന്താ എനിക്ക് പറ്റിയത് ആ സമയത്ത്? എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടൊന്നല്ല, പക്ഷേ എൻ്റെ നാവിറങ്ങി പോകുന്നത് പോലെ. എനിക്ക് എന്താണ് റബ്ബേ ആ സംഭവിച്ചത്? മരണസമയത്ത് അനുഭവപ്പെടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള അതേ ഒരു അവസ്ഥകൾ, വാക്കുകൾ പുറത്തേക്ക് വരാൻ കഴിയാത്ത വിധം നാവിറങ്ങി പോവുക, ചങ്കിലെ വെള്ളം വറ്റുക, ശരീരം വിറയുക. എന്താണ് തനിക്കിപ്പോൾ സംഭവിച്ചത്? പ്രഷർ കുറഞ്ഞോ? അതോ കൂടിയോ? അതോ മറ്റെന്തെങ്കിലും? ഏതായാലും ഒരു ഡോക്ടറെ നാളെ കാണിക്കണം. എന്നാലും ഉസ്താദ് അങ്ങനെ പറഞ്ഞത് ഉദ്ദേശിച്ചായിരിക്കും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് ഉത്തരങ്ങളില്ലാതെ ചുറ്റും തന്നെ മാത്രം നോക്കി നിൽക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ മുന്നിൽ മറ്റൊരു ലോകത്താണ് താനെന്നറിയിക്കാതെ അവൻ അങ്ങനെയിരുന്നു. കൂടുതൽ വൈകിയില്ല. വീട്ടുകാരും കുടുംബക്കാരും ഒരുക്കി കൊണ്ടുവന്ന് മണവാട്ടി ഇറങ്ങി. ഷാഫിയുടെ അടുത്ത് അലങ്കരിച്ച ചെയറിലേക്ക് ഇരുത്തിയ അവളെ ഒന്ന് നോക്കി. മേക്കപ്പ് വാരിപ്പൊത്തിയത് കൊണ്ട് യഥാർത്ഥ മുഖം കാണാൻ പറ്റുന്നില്ല. അവൾ ആരെയും നോക്കുന്നില്ല. തലയും താഴ്ത്തിയാണ് ഇരിക്കുന്നത്. ആ, വീട് വിട്ടു പോകുന്നതിൻ്റെ ടെൻഷനായിരിക്കും. അധികം നേരം അവിടെ എങ്ങനെ ഇരിക്കാതെ ചായയും സ്നാക്കും കഴിച്ച് അവളുടെ ഒപ്പം ഫോട്ടോ എടുക്കുന്നവരെയും നോക്കി പതുക്കെ വണ്ടിക്കരികിലേക്ക് ചെന്നു. യാത്രക്കിടയിൽ അവളെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയെങ്കിലും അവൾ ഒരേ ഒരു ഇരിപ്പാണ്. ആരെയും നോക്കുന്നില്ല. അന്ന് കണ്ട ശേഷം പിന്നീട് കാണുന്നത് ഇപ്പോഴാണല്ലോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അവൾക്ക്. കൂടുതൽ ആലോചിക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. വീട്ടിലേക്ക് കയറുമ്പോൾ അന്ന് ഇതുപോലെ വന്ന സമയത്ത് ഫെബിന പരിഹസിച്ചു പറഞ്ഞ വാക്കുകൾ മനസ്സിലേക്ക് വന്നു. സ്വീകരിക്കാനായി നിർത്തിയ കുടുംബത്തിലെ കുട്ടികൾ വന്ന് ഷാഫിയുടെയും വർഷാവിനുടെയും കൈകൾ പിടിച്ച് വീട്ടിലേക്ക് സന്തോഷത്തോടെ നടന്നു. ഉമ്മ വന്ന് അവളെ അകത്തേക്ക് കൊണ്ടുപോയതും റൂമിലേക്ക് ചെന്ന് ഇട്ട ഡ്രസ്സുകൾ വലിച്ചൂരി കുറച്ചുനേരം ഫാനിൻ്റെ താഴെ മുകളിലേക്ക് നോക്കിക്കിടന്നു. ആരോ വാതിലിൽ വന്ന് മുട്ടിയപ്പോഴാണ് പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി പുറത്തേക്ക് വന്നത്.
പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ സുഹൃത്തുക്കൾ ആരും പോയിട്ടില്ല. അവരുടെ അടുത്തേക്ക് ചെന്ന് കുറച്ചു നേരം സംസാരിച്ചു. അപ്പോഴേക്കും നേരം മഗ്‌രിബ് ബാങ്ക് കൊടുത്തിരുന്നു. എല്ലാവരും പോയി വരാമെന്നും പറഞ്ഞ് പുറത്തേക്കിറങ്ങി. സജീർ പോകുന്നതിനിടയിൽ വന്ന് പതുക്കെ ചോദിച്ചു, ഡാ, ആ മറ്റേ ദിക്റ് ഓർമ്മയുണ്ടോ? എഴുതി തരുന്നോ? പൊട്ടിച്ചിരിക്കാൻ അവന് തോന്നിയെങ്കിലും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ മൊബൈലിൽ ഉണ്ട് മോനെ, കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. നോക്കി ചെല്ലുന്ന പരിപാടിയൊക്കെ അന്നത്തോടെ തന്നെ നിർത്തി. ഇപ്പോൾ വന്ന സാധനം ഇനി എങ്ങനെയുള്ളതാണെന്നൊക്കെ നോക്കട്ടെ, എന്നിട്ട് ആലോചിക്കാൻ ചൊല്ലണോ വേണ്ടയോ എന്ന്. സജീർ കൂടുതലൊന്നും പറയാതെ ആ നീ വിളിക്കുകയെന്നും പറഞ്ഞ് പുറത്തേക്ക് നടന്നു. അകത്തേക്ക് ചെന്നപ്പോൾ എല്ലാവരും ഓരോ തിരക്കിലാണ്. ഫർസാനയെ അവിടെയൊന്നും കാണാഞ്ഞതും റൂമിലേക്ക് ചെന്നപ്പോൾ അവൾ ബെഡിൽ തല താഴ്ത്തിയിരിക്കുകയാണ്. അല്ല, നീ ഇവിടെ ഇരിക്കാണോ? താഴേക്ക് പോകായിരുന്നില്ലേ? അവൾ മുഖത്തേക്ക് ഒന്ന് നോക്കിയെന്നല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. നിസ്കരിക്കണ്ടേ? ഡ്രസ്സ് ഇരിക്കുന്ന ഭാഗം ദാ അവിടെ കേട്ടോ, നിസ്കാരപ്പായതാ അവിടെ. അതെല്ലാം അവൻ കാണിച്ചു കൊടുത്തു. ബാത്റൂമിൽ കയറി ടവലും കാര്യങ്ങളും എല്ലാം റെഡിയാണോ എന്ന് ശ്രദ്ധിച്ച്, ഫ്രഷ് ആവണമെങ്കിലേ അവിടെ നിന്നാവാട്ടോ, ഞാനേ പള്ളിയിലൊന്ന് പോയി വരാം എന്നും പറഞ്ഞ് ഷാഫി പുറത്തേക്കിറങ്ങി. ഇഷാ നമസ്കാരം കഴിഞ്ഞാണ് വീട്ടിലേക്ക് തിരികെ എത്തുന്നത്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ കാത്തിരിക്കുകയാണ്. കൈകൾ കഴുകി ടേബിളിലേക്ക് ചെന്നു. എല്ലാവരും ഉണ്ട്. അവളെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു. എല്ലാവരോടും അവൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അവൾ ഇടയ്ക്കൊന്ന് ചിരിക്കുന്നു എന്നല്ലാതെ മറുപടിയൊന്നും പറയുന്നില്ല. ആ, പുതിയ വീടല്ലേ, പുതിയ ആളുകളും, പരിചയക്കുറവാണ്, ശരിയായിക്കോളും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതോടെ റൂമിലേക്ക് ചെന്നു. ഇപ്രാവശ്യം മണിയറ കൂടുതൽ അലങ്കരിച്ചിട്ടൊന്നുമല്ല. ഒന്നും വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് സുഹൃത്തുക്കളെ ചെയ്യാതിരുന്നതാണ്. കാത്തിരിപ്പുകൾക്ക് അവസാനമായിരിക്കുന്നു. സൃഷ്ടാവ് തനിക്ക് വിധിച്ച ജീവിത പങ്കാളിയെ തൻ്റെ മുറിയിലേക്ക് ഒരു തടസ്സവുമില്ലാതെ അവനെത്തിച്ചിരിക്കുന്നു. ഷാഫി അവളുടെ വരവും പ്രതീക്ഷിച്ച് റൂമിൽ കാത്തിരുന്നു. കൂടുതൽ സമയം വൈകിയില്ല. രാത്രിയിൽ വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നതിനാൽ വീട്ടുകാർ പറഞ്ഞതിനനുസരിച്ച് അവൾ ആ ജഗ്ഗുമായി റൂമിലേക്ക് വന്നു. ഡോർ കുറ്റിയിട്ട് അവിടെ തന്നെ നിന്നതുകൊണ്ട് ഷാഫി ചോദിച്ചു, എന്താണ് അവിടെ തന്നെ നിന്നത്? വരൂ. അവൾ ജഗ്ഗും ഗ്ലാസും ടേബിളിൽ വെച്ച് ഷാഫിയുടെ മുഖത്തേക്ക് നോക്കി ബെഡിൽ വന്നിരുന്നു. തല താഴ്ത്തിയാണ് അവൾ ഇരിക്കുന്നത്. ഇത് കണ്ട് ഷാഫി വീണ്ടും ചോദിച്ചു, അല്ല, തൻ്റെ ശബ്ദം അന്ന് ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഒന്ന് കേട്ടതാണ്. എന്താണ് ഒന്നും നീ മിണ്ടാത്തത്? വീട് മാറിയ വിഷമം മാറിയില്ലേ? ആ, അങ്ങനെയൊന്നുമില്ല എന്നവൾ പതുക്കെ പറഞ്ഞു. ഷാഫി അപ്പോൾ നെടുവീർപ്പിട്ടത് ഭാഗ്യം, സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് ഓർത്തുകൊണ്ടായിരുന്നു. കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് ആ ദിക്റ് അങ്ങോട്ട് ചൊല്ലിയാലോ എന്നവൻ ചിന്തിച്ചു. ഇപ്പോൾ വേണ്ട, ഉറങ്ങുമ്പോഴാകാം. ഇനിയത് കാരണം ഈ ഉള്ള സംസാരം നിൽക്കണ്ട എന്ന് ചിന്തിച്ച് അടുത്തേക്കിരുന്ന് അവളുടെ കൈകൾ പിടിച്ച് ചോദിച്ചു, ഈ മൈലാഞ്ചി നീ ഇട്ടതാണോ? പെട്ടെന്നാണ് ഷാഫി ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ കൈ മനഃപൂർവ്വം വലിക്കുന്നത് പോലെ ഷാഫിയിൽ നിന്നും കൈ വലിച്ചുകൊണ്ട് പറഞ്ഞത്. അല്ല, ഇത് അയൽവാസിയിലുള്ളൊരു താത്തിട്ടതാണ്. ഷാഫി അവളുടെ മാറ്റം ശ്രദ്ധിച്ചുവെങ്കിലും പുറത്തേക്ക് കാണിക്കാതെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. ചിലതിനൊക്കെ അവൾ മറുപടി പറയുകയും ചിലതിനെ ഒന്നും പറയാതെ തല താഴ്ത്തിയിരിക്കുകയും ചെയ്തു. ദേഷ്യം വന്ന് നിനക്ക് നാവില്ലേ എന്ന് ചോദിക്കാൻ അവന് തോന്നി. പക്ഷേ ക്ഷമയില്ലാത്തവൻ എന്ന പേരിലാണ് ഞാനിപ്പോൾ അറിയപ്പെടുന്നത്. അതിനൊരു വഴിയും ഇനി തുറക്കണ്ട എന്ന് ചിന്തിച്ച് അവളോട് കിടക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, അല്ല, നിങ്ങളെ ആദ്യം കല്യാണം കഴിച്ച കുട്ടി എന്താണ് പോയത്? ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിട്ടും അതൊന്നും ചോദിക്കാതെ ഓർമ്മകൾക്ക് വീണ്ടും തീയിട്ട ആ ചോദ്യം ചോദിച്ചത് കേട്ടതും ഷാഫിയുടെ അണപ്പല്ലുകൾ കടിഞ്ഞമരുന്നത് അവൾ കാണുന്നില്ലായിരുന്നു. ആ, അതൊക്കെ കഴിഞ്ഞില്ലേ, നമുക്ക് കഴിഞ്ഞു പോയതൊന്നും പറയണ്ട. എനിക്കത് ഇഷ്ടമല്ല. അതെന്താ കാരണം? ആ കുട്ടി പോയതിനൊരു കാരണം ഉണ്ടാവില്ലേ? അത് പറഞ്ഞാൽ മതി. ഷാഫി വന്ന ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. ആ, ഞാനത് പറയാം. ഇതുപോലെ അന്ന് കല്യാണം കഴിഞ്ഞ രാത്രിയിലെ അവൾ റൂമിലേക്ക് വന്നതാണ്. ഞാനന്ന് ഭാര്യയും ഭർത്താവും ആദ്യത്തെ ദിവസം ചൊല്ലേണ്ട ദിക്റുണ്ടല്ലോ, അത് ചൊല്ലാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾക്കത് പറ്റൂല എന്ന് പറഞ്ഞു. അവൾ പറയാ അത് സിഹറാണെന്ന്. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കൂടെ അവളുടെ സംസാരത്തിലൊരു പരിഹാസവും നിറഞ്ഞു നിന്നിരുന്നു. അതോടെ എനിക്ക് ദേഷ്യം ഇരട്ടിയായി. ഞങ്ങളുടെ സംസാരം റൂമിന് പുറത്തേക്കെത്തി. വീട്ടുകാർ അറിഞ്ഞു. അവൾ വീട്ടിലുള്ളവരോട് കയർത്ത് സംസാരിച്ച് പ്രശ്നം വഷളാക്കിട്ടോ. പിന്നെ ആ ബന്ധം ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. കാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. അങ്ങനത്തെ സംസാരങ്ങളാണ് അവൾ സംസാരിച്ചത്.
അല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല. ഷാഫി പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ വലിയ രസമില്ലാതെ ശ്രദ്ധിച്ചുകൊണ്ട് അവൾ വേറെയൊന്നും ചോദിച്ചില്ല. ആ വിഷയം അവൾ ചോദിച്ചതും താൻ കൊടുത്ത മറുപടി അവൾക്ക് വിശ്വാസം വരാത്തതുപോലെയുള്ള അവളുടെ മുഖം കണ്ടതും കാരണം ഷാഫിയുടെ അതുവരെയുണ്ടായിരുന്ന സകല ചിന്തകളും മാറ്റിമറിക്കപ്പെട്ടു. അവൾ മിണ്ടാതെ തല താഴ്ത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ ഷാഫി ചോദിച്ചു, തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, എന്ത് പ്രശ്നം? അല്ല, ഈ കല്യാണം നിനക്ക് ഇഷ്ടപ്പെട്ട് നടത്തിയതെന്നല്ലേ? എന്തോ എനിക്കിങ്ങനെ തോന്നുന്നു, നിനക്ക് ഇഷ്ടമല്ലാത്ത പോലെ. അവളുടെ മനസ്സ് വായിച്ചതുപോലെയുള്ള ആ ചോദ്യം കേട്ടതും അവൾ പറഞ്ഞു, ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം എന്താ ഇവിടെ ഒരു കുറവ്? മുന വെച്ചുള്ള ആ മറുപടി പറഞ്ഞ് കൂടുതലൊന്നും പറയാതെ അവൾ പറഞ്ഞു, എനിക്ക് ഉറങ്ങണം. 2 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ അവളുടെ തലയിൽ കൈവച്ച് ചൊല്ലാനുള്ളതൊന്നും എൻ്റെ തലയിൽ കൈവച്ച് ചൊല്ലുന്നില്ലേ? അത് കേട്ടതും ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കും കൂടി വേണമെങ്കിൽ ചെല്ലാട്ടോ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. അതെന്താ? അതല്ല, 2 പേരും ചേർന്നല്ലേ ദാമ്പത്യം. ഒരാൾക്ക് മാത്രം ഇത് നല്ലതുപോലെ മുന്നോട്ട് പോകണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അവളെപ്പോലെ നിനക്കും ഇതിന് താല്പര്യമില്ലെങ്കിലും എന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാട്ടോ. ആ എന്നാലേ ചൊല്ലണ്ട എന്നും പറഞ്ഞവൾ ബെഡിലേക്ക് കയറി കിടന്നു. ആ മറുപടി അവളിൽ നിന്നും ഷാഫി പ്രതീക്ഷിച്ചതല്ലായിരുന്നു. പക്ഷേ ക്ഷമിക്കാൻ നിർബന്ധിതനാവുന്നത് ഷാഫി അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് കൂടുതലൊന്നും പറയാതെ ആ ഇരുത്തം ഇങ്ങനെ ഇരുന്നതും. മിനിറ്റുകൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അവൾ അപ്പുറത്തും ഷാഫി ഇപ്പുറത്തുമായി കിടക്കുന്നു. 2 പേരുടെയും ജീവിതത്തിലേക്ക് കാലം കൊണ്ടുവന്ന ഏറ്റവും നല്ല നിമിഷം. ഷാഫി ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കിയെങ്കിലും അവൾ ചുമരിനോട് തിരിഞ്ഞാണ് കിടക്കുന്നത്. കെട്ടുന്ന പെണ്ണിനോട് ആദ്യത്തെ ദിവസം ഒരുപാട് നേരം തൻ്റെ ജീവിതവും മറ്റും സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഷാഫി ആ കിടത്തം അങ്ങനെ കിടന്നു, ഒരുപാട് വേദനയോടെ. കുറേ നേരം അങ്ങനെ കിടന്നു നോക്കിയെങ്കിലും അവൾ തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യാമെന്ന് കണ്ടതും അവൾ ഉറങ്ങുകയോ അല്ലെങ്കിൽ ഭയത്തോടെ കിടക്കുകയോ ആയിരിക്കുമെന്ന് ഊഹിച്ച് ഷാഫി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നു. പിന്നീട് സുബഹി നമസ്കരിക്കാൻ എഴുന്നേറ്റപ്പോൾ അവളെ വിളിച്ചു നോക്കിയതും ഞെട്ടി ഉണർന്ന അവൾ ഷാഫിയെ നോക്കിയ നോട്ടം കണ്ട് പിന്നീട് അവളെ വിളിക്കാതെ റൂം തുറന്ന് അവൻ പള്ളിയിലേക്ക് ഇറങ്ങി. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.